ഇന്നത്തെ അറിയിപ്പുകൾ. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇനി ചെറിയ നിയമലംഘനങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരും. റെയിൽവേ നിയമ ഭേദഗതിയോടെ പിഴത്തുകകൾ പല മടങ്ങ് വർദ്ധിപ്പിച്ചു. ട്രെയിൻ യാത്രകളിലെ നിയമലംഘനങ്ങൾക്കേറെ കടുത്ത നടപടികളുമായി ഇന്ത്യൻ റെയിൽവേ. ജൻവിശ്വാസ് ആക്ട് 2026 പ്രകാരം ജൂലൈ മുതൽ വിവിധ കുറ്റങ്ങൾക്ക് പിഴത്തുക കുത്തനെ വർദ്ധിപ്പിച്ചു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർ ഇനി യാത്ര ചെയ്ത ദൂരത്തിനുള്ള യഥാർത്ഥ ടിക്കറ്റ് നിരക്കിനൊപ്പം കുറഞ്ഞത് 500 രൂപ അധികം പിഴയും അടയ്ക്കണം. വനിതകൾക്കായി സംവരണം ചെയ്ത കോച്ചുകളിലോ ബെർത്തുകളിലോ പുരുഷന്മാർ അനധികൃതമായി പ്രവേശിച്ചാൽ 2500 രൂപ വരെ പിഴ ഈടാക്കും. റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് അത്തരം യാത്രക്കാരെ ഉടൻ കോച്ചിൽ നിന്നും പുറത്താക്കാനും അധികാരമുണ്ട്. പിഴയടയ്ക്കാൻ വിസമ്മതിച്ചാൽ കേസ് കോടതിയിലേക്ക് പോകും. അത്തരത്തിൽ പിഴത്തുക 5000 രൂപ വരെയായി ഉയരാനും സാധ്യതയുണ്ട്. എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഈ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ നിയമലംഘനങ്ങൾക്ക് ക്രിമിനൽ നടപടികൾ ഒഴിവാക്കി സാമ്പത്തിക പിഴയിലൂടെ നിയന്ത്രണം ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനായി സർക്കാർ അനുമതി തേടി അദാനി ഗ്രൂപ്പ്. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് നൽകിയ കത്ത് സർക്കാർ പരിശോധിക്കും. MSCയുമായുള്ള ഇടപാടിൽ അസാധാരണത്വം പ്രകടിപ്പിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനായി സർക്കാർ അനുമതി തേടി അദാനി ഗ്രൂപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് സർക്കാരിന് അപേക്ഷ നൽകി. ആഗോള കപ്പൽ ഗതാഗത കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്സും തമ്മിൽ 49% ഓഹരികൾ കൈമാറുന്നതിനുള്ള നിയമപരമായ അനുമതിയാണ് തേടിയിരിക്കുന്നത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളടക്കം ഉൾപ്പെടുത്തിയാണ് കത്ത് നൽകിയത്. സെബിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് വളരെ വേഗം സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് നൽകിയ കത്ത് സർക്കാർ പരിശോധിക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് കത്ത് പരിശോധിക്കുക. എംപവേർഡ് കമ്മിറ്റി നൽകുന്ന ശുപാർശ കൂടി പരിഗണിച്ചാകും സർക്കാർ തീരുമാനം. അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് MSC കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാർ നിയമലംഘനമാണെന്ന സംശയങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കുകയാണെങ്കിൽ സർക്കാരിനെ മുൻകൂറായി അറിയിക്കണമെന്നാണ് ചട്ടം. ഇത് ലംഘിച്ച് കരാറിലേർപ്പെടാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസിൽ വല്ലാർപാടം ടെർമിനലിന് തിരിച്ചടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ട്രാൻസ്ഷിപ്മെന്റിൽ 50% ഇടിവുണ്ടായതായി റിപ്പോർട്ട്. എന്നാൽ കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നർ കൈകാര്യത്തിൽ നേട്ടം. ചെറുകിട തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകളിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ വലിയ മദർഷിപ്പുകളിൽ മാറ്റിക്കയറ്റി വിദേശത്തേക്ക് അയക്കുകയാണ് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുകളുടെ ദൗത്യം. 2025-26 വർഷത്തിൽ 85,911 TEU ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകളാണ് വല്ലാർപാടം ടെർമിനൽ കൈകാര്യം ചെയ്തത്. എന്നാൽ മുൻ വർഷം ഇത് 1,69,562 TEU ആയിരുന്നു. ട്രാൻസ്ഷിപ്മെന്റ് കുറഞ്ഞതോടെ വല്ലാർപാടം കൈകാര്യം ചെയ്ത മൊത്തം കണ്ടെയ്നറുകളുടെ എണ്ണവും കുറഞ്ഞു. 2024-25 8,34,665 TEU ആയിരുന്നെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7,67,948 TEU ആയാണ് കുറഞ്ഞത്. വല്ലാർപാടം ടെർമിനലിലേക്കുള്ള 12 കിലോമീറ്റർ കപ്പൽച്ചാലിന് ആഴം കുറവായതിനാൽ വൻകിട മദർഷിപ്പുകൾക്ക് എത്തുന്നതിന് പരിമിതിയുണ്ട്. അതേസമയം ട്രാൻസ്ഷിപ്മെന്റിൽ തിരിച്ചടിയേറ്റെങ്കിലും കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നർ കൈകാര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ വല്ലാർപാടത്തിനായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം എക്സിം കണ്ടെയ്നർ കൈകാര്യത്തിൽ 6% വർധനയാണ് നേടിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.